ഇത് കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ അടുത്തുള്ള കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാട്ടോ. ഇത് ഈ ബക്കറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛന് വേണോ താനും. എന്നാൽ ഇവിടെ വന്ന് എടുക്കുമോ അതോ ഇല്ല. എന്തായാലും ഞാൻ ഇന്ന് ടൗണിൽ പോകുന്നുണ്ട്. എന്തായാലും വീട്ടിൽ കയറിയിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഇത് അച്ഛന് കയ്യോടെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. യാത്ര ഇച്ചിരി റിസ്ക് ആയിരുന്നേ. ബസ്സിലാ പോയത്. ബസ്സിൻ്റെ അകത്തിരുന്ന് ഇടക്കിടക്ക് മീൻ ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇതേ മീൻ അമ്മേനെ കയ്യോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പോണത് ടൗണിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് വിട്ട് SM എൻ്റെ ദൈവമേ, ഒരു സൂചി കുത്താൻ പോലും അവിടെ ഇടവില്ല. അവിടുന്ന് പിന്നെ എങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് നേരെ പോയത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഇടികൊണ്ട് എൻ്റെ വിഷമമൊക്കെ മാറ്റണ്ടേ. അങ്ങനെ ഞങ്ങൾ ചായയും കട്ട്ലേറ്റൊക്കെ കഴിച്ചു കേട്ടോ. പൂവിനൊക്കെ ഇപ്പോൾ എന്താ വില. നമ്മളിതേ അത്ത വിടാൻ കുറച്ച് പൂവ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ പൂവും പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ കണ്ട അമ്മയുടെ അത്ത നോക്ക് ഒരു പ്ലേറ്റിനകത്ത് കുറേ പൂവും ഗ്ലാസ്സും ഒക്കെ വെച്ച്. അവിടെ എനിക്ക് അത്ത വിടാൻ മണ്ണില്ലെന്ന് പറഞ്ഞപ്പോൾ ദേ അമ്മ ദേ ബക്കറ്റിലൊക്കെ മണ്ണൊക്കെ കോരി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് കൊണ്ടുപോകേണ്ട താമസമുള്ളത്. അപ്പോൾ ദേ പച്ചക്കറി നമ്മൾ മേടിച്ച പച്ചക്കറിയും പൂക്കളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അച്ഛൻ ദേ ഓട്ടോ പിടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ദേ അച്ഛനോടും അമ്മയോടും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുക കേട്ടോ. ഇനിയുള്ള ബാക്കി ഓണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.